അശ്രദ്ധ വെക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനാണ് രാത്രിയിലുള്ള നിസ്കാരം. അൽഹംദുലില്ലാഹ്. ആരാ ഇവിടെ വിത്ർ 3 റക്അത്ത് നിസ്കരിച്ചവർ ആരെങ്കിലും ഉണ്ടോ? വളരെ കുറവ്. 3 റക്അത്തില്ല. വിത്ർ നിസ്കരിക്കുന്നവർ തന്നെ 1 റക്അത്താക്കി ചുരുക്കി. റമദാൻ കഴിഞ്ഞപ്പോൾ റമദാനിൽ 3 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിന്നീട് നിസ്കരിക്കുമ്പോൾ തന്നെ 1 റക്അത്താക്കി ചുരുക്കി. 1 റക്അത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ മുസ്ലിയാരെ, പിന്നെ അത് മതി. പൂർണ്ണമായ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എത്ര നിസ്കരിക്കണം? ഏറ്റവും ചുരുങ്ങിയത് 3 നിസ്കരിക്കണം. 3 അല്ലല്ലോ, പരിപൂർണമാകണമെങ്കിൽ എത്രയാകണം? 11 ആകണം. വിത്തർ എത്രയാണ്? വിത്തർ പരിപൂർണമായി നിസ്കരിക്കുന്നത് 11, പൂർണ്ണമായി നിസ്കരിക്കുന്നത് 3, ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിൽ 1. അങ്ങനെയാണ് എന്റെ മനസ്സിലാക്കുക. ഏറ്റവും ചുരുക്കി നമ്മൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് പോകണം എങ്കിൽ 1 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകാം. ഇശായുടെ സുന്നത്ത് കഴിഞ്ഞിട്ട് ഇശായ്ക്ക് ശേഷമുള്ളതാകുന്ന സുന്നത്ത് കഴിഞ്ഞ് 1 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് പോകാം. പൂർണ്ണതയുടെ രൂപം പണ്ഡിതന്മാർ പറയുന്നത് 3 ആണ്. ആദ്യം 2 നിസ്കരിച്ചു, പിന്നെ 1 നിസ്കരിക്കും. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതി, രണ്ടാമത്തതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി, മൂന്നാമത്തതിൽ ഏത് സൂറത്ത് പറയൻ? റമദാനിലോ നിസ്കരിച്ചിട്ടില്ലേ? എല്ലാം മറന്നിരിക്കുകയാണ്. ഇതെല്ലാം പൊടി തട്ടി എടുക്കണം. വിത്ർ നിസ്കാരം റമദാനിൽ നമ്മൾ തറാവീഹ് കഴിഞ്ഞിട്ട് 3 റക്അത്ത് നിസ്കരിക്കില്ലേ? അതിന്റെ ലാസ്റ്റ് റക്അത്തിൽ ഓതുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ്? പറയൻ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ആദ്യം ഓതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്ത് ഓതണം. അങ്ങനെയാണ്. ചിലരെന്ത് ചെയ്യും? നാസ് കൊണ്ട് മതിയാക്കും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാത്രം ഓതും. അങ്ങനെയല്ല വേണ്ടത്, 3 ഓതണം. എന്തിനാണ്? എല്ലാം നമ്മളൊരു പൂർണ്ണത. ഇതൊരു സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിക്കാഹ് ഒരു സുന്നത്താണ്. ആ നിക്കാഹ് നടത്തുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ വേണം. വെള്ളിയാഴ്ച ആവുക, ജനങ്ങളെല്ലാവരും കൂടുന്നതാകുന്ന നിലയിൽ ഒരു പരസ്യമായ രീതിക്കാവുക. എല്ലാവരും കൂട്ടണമെന്നല്ല, പരസ്യപ്പെടുത്തുക, നിക്കാഹ് പരസ്യപ്പെടുത്തുക, ജുമായുടെ ദിവസമാവുക എന്നതുപോലെ ചില സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു സുന്നത്ത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ്. അപ്പൊ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഓതി നിസ്കരിക്കണം. ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ട അമലുകളാണ്. അല്ലാതെ റമദാനിൽ മാത്രമല്ല. റമദാനിൽ ചെയ്ത എന്തെങ്കിലും ഹാജിയാരെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ? റമദാനിൽ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? സുബഹി കഴിഞ്ഞ ഉറക്കം. അത് അന്ന് തുടങ്ങി, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ മുടക്കത്തുമില്ല. അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല. അത് റമദാനിന് തുടങ്ങി വെച്ച ഒരു അമല. പിന്നെ ഇന്നുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇപ്പൊ അടുത്ത റമദാൻ വന്നപ്പോൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിപ്പോഴും ഉണ്ട്, മുടങ്ങാതെ പോകുന്നുണ്ട്. ബാക്കി ദിക്റും ഔറാദും നിസ്കാരം എല്ലാം പോയി, എല്ലാം പുറകോട്ട് പോയി. സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളെല്ലാവരും അശ്രദ്ധരാണ് ആ വിഷയത്തിൽ. ഫർള് നിസ്കരിച്ചു, അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട്. വലിയ ഹാജിയാരാ, 4-5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സുന്നത്ത് നിസ്കരിക്കൂല. ഒരിക്കലും ഉടനെ ഇറങ്ങി ഓടുക. നബി വീട്ടിലാ സുന്നത്ത് നിസ്കരിച്ചെന്ന്. എന്നിട്ട് ഹാജിയാരോ വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നില്ലല്ലോ. വീട്ടിലാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കണ്ടേ? ളുഹായുടെ സുന്നത്ത് നമസ്കാരം ഡെയിലി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒളു എടുത്ത് എന്തായാലും കുളിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ ഒളു ചെയ്ത് റാഹത്തായിട്ട് ഇറങ്ങി, എന്നിട്ട് ഖിബിലയ്ക്ക് അഭിമുഖമായിട്ടിരിക്കും, മുസല്ലവിരിക്കൽ. വീട്ടിൽ തന്നെ 2 റക്അത്ത് ളുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി സുന്നത്തുൽ ളുഹ റക്അത്തൈനി ലില്ലാഹി തആല. നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹ സൂറത്ത് ഓതി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി, രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. 2 റക്അത്ത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതാ. ആരാ ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോയി നോക്കിയാൽ, മക്കൾ പരീക്ഷ എഴുതാൻ പോയി നോക്കിയാൽ നല്ല റാഹത്താണ്. ഇത് നമ്മൾ വെള്ളിയാഴ്ച ജുമായ്ക്ക് 30 പേനായിട്ട് വരും. അതിന്റെ തുളയ്ക്കത് ഊതിയാക്കാൻ ഇവന് ഓർമ്മയില്ലെങ്കിൽ ഇവൻ എന്ത് ബന്ധിച്ചിട്ട് കാര്യം? മന്ത്രിക്കാനെതിര് പറയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിസ്കാരങ്ങളൊന്നുമില്ല, സുബഹി പോലും നിസ്കരിക്കാതെ പേനായിട്ട് വരിക. എന്ത് കാര്യം? എന്നിട്ട് സുബഹിയും കരയില്ല. ഈ പറഞ്ഞ പോലെ സുന്നത്ത് നിസ്കരിക്ക്. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമുണ്ട്. കച്ചവടത്തിനൊക്കെ പോകുന്നവർ ആരാ നിസ്കരിക്കുന്നവർ?
ഏത് മുസ്ലിമിന്റെ ഏത് കാര്യത്തിനും യാത്ര പുറപ്പെടുന്ന മുൻപ് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഉസല്ലി സുന്നത്ത് സഫരി റക്അത്തൈനില്ലാഹി തആല, അല്ലെങ്കിൽ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് കൈകെട്ടി ഫാത്തിഹ ഓതി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹ്. ഇതൊക്കെ സ്ത്രീകൾക്കും പറ്റും. എല്ലാ ദിവസവും നമ്മൾ യാത്ര പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് യാത്ര പോയി നോക്കിയാൽ ഒരു അപകടമോ ദുരിതമോ പ്രയാസമോ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാല് വെച്ചാ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ടത്? നിങ്ങൾ തന്നെ പറയും. പ്രായമുള്ളവർക്കാർക്കെങ്കിലും അറിയാം. ഇടത്തേക്കാല്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാല്. ഞാൻ ഇന്ന് പറയുന്ന കുറേ മസാലകൾ പറഞ്ഞു പോവാൻ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് പറയാം. ശരിക്കും ശ്രദ്ധിക്കും. കുറേ കാര്യങ്ങൾ അമലിനുള്ളത് പറയും. ഇത് ശ്രദ്ധിച്ചു പോകണം. ഒരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറേ അറിവ് കിട്ടണം. അതിനാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴിറങ്ങിയാലും, ഹജ്ജിനാണെങ്കിലും ഉംറയ്ക്കാണെങ്കിലും ഏത് കാര്യത്തിനിറങ്ങിയാലും ഇടതുകാല്. ചിലർക്ക് ഹജ്ജിനും ഉംറയ്ക്ക് പോകുമ്പോൾ അവിടെ കിടന്നിങ്ങനെ ഡാൻസ് കളിയാണ്. ഏത് കാല് വെക്കണം? നല്ല കാര്യത്തിന് പോവല്ലേ? അപ്പൊ ഇത്ര നാളും തിയേറ്ററിൽ പോയിരിക്കുവായിരുന്നു. മോമിനായ മനുഷ്യൻ എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അവൻ എന്ത് കാര്യത്തിനാണ് ഇറങ്ങുന്നത്? ഖൈറായ കാര്യത്തിനാണ്. അല്ലാത്ത ഒന്നിനും മോമിൻ ഇറങ്ങൂല. നീ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് കാല് വേണം? ഇടത് കാല് തന്നെ മുന്തിക്കണം. ചിലരിങ്ങനെ സംശയിച്ചിരിക്കും, ഉസ്താദ് പറഞ്ഞ ഇടതുകാലെന്ന്. ഞാൻ ഇന്നാൾ വേറൊരാൾ പറയുന്നത് കേട്ടത് വലതുകാല്, മനസ്സിൽ പറയുന്നതും നല്ല കാര്യത്തിനല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവിടെ നിന്നിട്ടൊരു ഒറ്റ ചാട്ടം മതിലിനപ്പുറത്തും 2 കാലും വെച്ച്. അതാകുമ്പോൾ ആർക്കും കുഴപ്പമില്ല. അങ്ങനെയൊന്നും കാണിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്തോ? ഇടതുകാല് വെച്ച് തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പഠിച്ചു വെക്കേണ്ടതായ ദുആണ്. ഏറ്റവും ചെറിയ ദുആ. ഇത് പറഞ്ഞ എല്ലാവരും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി പറയിൻ. തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ഈ യാത്ര ആരംഭിക്കുകയാണ്. അവന്റെ മേലാണ് എൻ്റെ യാത്രയും എൻ്റെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നത്. ആരാധനകൾക്കുള്ള ശക്തിയും പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ അടിയുറച്ച് നിലനിൽക്കലുമില്ല ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഉന്നതനും സമുന്നതനുമായ അള്ളാഹു. ബിസ്മില്ലി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കൈ കൊണ്ട് തലയിൽ ഇങ്ങനെ വെച്ച് മൂർദാവിലേക്ക് ഇങ്ങനെ വെച്ച് സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് ഒരൊറ്റ വട്ടം ഓതിയാൽ വീട്ടിലേക്ക് അവൻ വളരെ സലാമത്തായി തിരിച്ചെത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോൾ പോകുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ലഘുവായ കാര്യമാണ് ഈ പറയുന്നത്. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം. വീട്ടിൽ നമ്മൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വലത്തെ കൈ തലയിലേക്ക് വെച്ചിട്ട് ഈ ആയത്ത് ഓതുക. ഏതാണ് ആയത്ത്? ബിസ്മില്ലാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഓതിയിട്ട് ഇറങ്ങിയ തിരിച്ച് മയ്യത്താകാതെ വീട്ടിൽ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ടൊക്കെ കാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഇനി ഒന്നുകൂടി കേൾക്കണം. ഈ ആയത്ത് കാണാതെ പഠിക്കണം. ഇതെവിടെയുണ്ട്? സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ 2 ആയത്ത്. ഇത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഒരു 7 പ്രാവശ്യം നീ ഇത് ഓതിയാൽ, തലയിൽ കൈവെക്കണമെന്നൊന്നുമില്ല ആ സമയത്ത്, അല്ലാതെ ഓതുക. അതുപോലെ തന്നെ വിശുദ്ധമായ മഗ്രിബിന് ശേഷവും 7 പ്രാവശ്യം ഇത് ഓതിയാൽ നീ മരിക്കുകയില്ല. അത് കൊള്ളാമല്ലോ, നല്ല മരുന്ന്. എങ്ങനെയുണ്ട് പരിപാടി? ഉസ്താദ് ചാനൽ പോയത് പറഞ്ഞല്ല ആണോ എന്ന് നിൽക്കണ്ട. നല്ല ചാനലോടുകൂടി പന്നറിഞ്ഞതാണ്. എന്താണ്? ഒരാൾ സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് സുബൈ കഴിഞ്ഞതിന് ശേഷം ഇതങ്ങോട്ട് ഓതുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം ഓതുക. മഗ്രിബിന് ശേഷവും വീണ്ടും ഇതേ ആയത്ത് തന്നെ, ഓതിയതാകുന്ന ഈ 2 ആയത്തും 7 പ്രാവശ്യം ഓതിയാൽ, മഗ്രിബ് കഴിഞ്ഞ് ഓതിയാൽ സുബഹി വരെ കാവൽ, സുബൈക്ക് ഓതിയാൽ അടുത്ത മഗ്രിബ് വരെ കാവൽ. അന്നത്തേതാകുന്ന ദിവസം മരണം ഉണ്ടാവില്ല. ഉറപ്പിച്ചോ.
എത്ര വലിയ അപകടം, വെടിവെച്ചിട്ടെന്ന് പറഞ്ഞാലും മരിക്കൂല എന്നും പറഞ്ഞുകൊണ്ട് തോക്കിൻ്റെ മുന്നിൽ പോയി വെടികൊള്ളാൻ നിൽക്കണ്ട. പിന്നെ ഉസ്താദെ അപ്പം മരിക്കില്ലേ എന്ന് നിങ്ങൾ കരുതും. അതിനാണ് പണ്ഡിതന്മാർ പറയുന്നത്, മരണമാസന്നമാകുന്ന ദിവസം ഇത് ഓതാൻ മറക്കും. അങ്ങനെയാണ് പിന്നെ ഇതെന്തിനാ ഇത്ര പാടുവിട്ട് പഠിച്ചത്? ഇപ്പം മരിക്കേണ്ട ദിവസം അന്ന് രാവിലെ ഇന്ന് മരിക്കും, അന്നത്തെ ദിവസം ഇത് ഓതാൻ വിട്ടു, അത് മറപ്പിക്കും. കാരണം അല്ലാഹു തആല അല്ലേ ഇതിന് കഴിവ്. അതിന് പണ്ഡിതന്മാർ കൂടുതൽ വിശദീകരണം കൊടുത്തു. ദുർമരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കും. വെട്ടും കുത്തും അല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ളോ എല്ലാവിധ മരണങ്ങളെ തൊട്ട് കാവൽ അല്ലാഹു നിനക്ക് ഈ ആയത്ത് ഓതിയാൽ നൽകും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാമല്ല, നിസ്കാരം കഴിയുമ്പോൾ സുബൈ കഴിഞ്ഞു മഗ്രിബിന് ശേഷം ഉസ്താദുമാർ ദിക്ർ ചൊല്ലും അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം ചൊല്ലാറുണ്ട്? 10 പ്രാവശ്യം. ഈ ദിക്ർ 10 വട്ടം ചെല്ലും. അങ്ങനെ ആരെങ്കിലും 10 വട്ടം ആ ദിക്ർ സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ചെല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലേതാകുന്ന നുരകൾക്ക് പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ട് എങ്കിലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു ദിക്റാണ് ഈ പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും സുബൈക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഈ ദിക്ർ 10 വട്ടം ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനോടൊപ്പം തന്നെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, നരകത്തെ തൊട്ട് കാവൽ തേടുകയാണ്. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലാറുള്ളതാണ് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. നിനക്ക് അസിലിന്റെ അടിസ്ഥാനമുണ്ട് സഹോദരങ്ങളെ. സുബൈക്ക് ശേഷവും ഇത് 7 വട്ടം ചെല്ലിൻ, മഗ്രിബിന് ശേഷവും ചെല്ലിൻ, കാവല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്നതായ ചില കാര്യങ്ങളാണ്. അത് നിങ്ങളെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തിന്? നമുക്ക് ഉന്നത വിജയം ലഭിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ മാസത്തിൽ ഞാൻ നോമ്പ് അധികമായി പിടിച്ചു വിടാനുള്ള കാരണം, ഒന്ന്, പരിശുദ്ധമായ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ശ്രേഷ്ഠമായ മാസമായ ഈ ശഅബാനിനെ പലരും അശ്രദ്ധ വെക്കാറുണ്ട്. സഹാബ, അശ്രദ്ധ വെക്കുന്ന മാസമായതുകൊണ്ട് തന്നെ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് അധികമായി പിടിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി രണ്ടാമതായി നബി തങ്ങൾ കാരണം പറയുകയാണ്, വിശുദ്ധമായ ശഅബാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ വഹുവ ശഹ്റു തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം വഅന സായിം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാരണം പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളാകുന്ന ജനങ്ങളുടെ അമലുകളെ അവന്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ അമലുകളെ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തുന്നതായ മാസമാണ് ശഅബാൻ മാസം. നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചു, അസർ, ഇങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും നന്മകളും തിന്മകളും എല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ് ഏത് മാസം? ശഅബാൻ. ശഅബാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവുള്ളത് ഏത് മാസം? റമദാൻ. അല്ലാഹ് വളർത്തിയേക്ക് അങ്ങനെയാണ്. ഇപ്പൊ റമദാനാണ്, ഇപ്പൊ ശഅബാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ മൊത്തത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാടൊന്നും പറയാനുണ്ടോ സാഹ, അല്ലെ? 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ല ഉണ്ടോ? ആ ഉണ്ട്, വേണ്ട അതാവും പറയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ശഅബാൻ മാസം എന്ന് പറയുന്നത് അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വർഷത്തിലും നമ്മുടെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തും, എല്ലാ ദിവസവും ഉയർത്തും, എല്ലാ ആഴ്ചകളിലും ഉയർത്തും. മൊത്തത്തിൽ അമലുകളെ ഉയർത്തുന്ന സമയം എത്ര? 3 പ്രാവശ്യം. പഠിക്കണേ, പറയുന്ന വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. 10 ദിവസം നീട്ടി വാത് പറയാൻ പറ്റുന്ന സംഭവമാണ് ഇപ്പൊ ആറ്റി കുറുക്ക് നിങ്ങൾക്ക് പടക്കൊണ്ട് നിട്ട് വരുന്നത്. ശരിക്കും പഠിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഇതിനിപ്പോ ഈ പറയുന്ന ഓരോ ഹദീസും വിശദീകരിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്. ഇതെല്ലാം ഒരു ക്യാപ്സൂളാക്കി അങ്ങ് തരികയാണ് നിങ്ങൾക്ക് വേഗം സ്പീഡിൽ. കാരണം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വർഷത്തിൽ അമലുകളെ ഉയർത്തും, ആഴ്ചയിൽ അമലിനെ ഉയർത്തും, ദിവസത്തിൽ അമലിനെ ഉയർത്തും. വർഷത്തിൽ ഉയർത്തുന്ന സമയമാണേത്? ശഅബാൻ മാസം. ഈ ഒരു മാസം മുഴുവനും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഈ വാത് പറയുന്ന സമയത്തും ഇത് തന്നെ പരിപാടി. നിശ്ചിത സമയമൊന്നുമില്ല. വർഷത്തിൽ നമ്മളുടേതാകുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ചില സാമ്പത്തികമാകുന്ന അവസ്ഥാവിശേഷമുള്ള ആളുകൾക്കറിയാം, അവരെല്ലാ ദിവസവും കണക്ക് നോക്കൂല്ലേ? അവര് ശാമ്പ സമയത്ത് കടയടയ്ക്കുന്ന സമയത്ത് കണക്കൊന്ന് നോക്കും, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആഴ്ചയിലോ മാസത്തിലോ ഒന്നിരിക്കും, അവരുടെ സൗകര്യം പോലെ ഒന്നിരിക്കും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യും. ഷെയറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്. അതുകൂടാതെ വർഷത്തിൽ മൊത്തത്തിലൊന്ന് ഓഡിറ്റ് ചെയ്യും. മാർച്ചൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് ഓഡിറ്റ് ചെയ്യും. ഒന്ന് മൊത്തത്തിലൊരു കണക്കെല്ലാം കൂടി ഒന്ന് എടുത്തിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഇതെല്ലാം കറങ്ങി എല്ലാം പക്കാക്കും. ആണോ അല്ലയോ? ഇതേ സെയിം മെതേഡാണ് ഇവിടെ നടക്കുന്നത്. സെയിം സംഭവം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. മനസ്സിലായിക്കോ? എല്ലാ ദിവസവും അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന സമയം എപ്പോഴെന്നറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ. ഈ 2 സമയങ്ങളിലായിട്ട് അമലുകളെ ആകാശത്തേക്ക് ഉയർത്തും. നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കിന്റെ പേരെന്താണ്? എന്താണ് മലക്കിന്റെ പേര്? റിദ്വാൻ അലൈഹിസ്സലാം. മൊത്തത്തിൽ പോയി കിടക്കും. എല്ലാം ഇനി ആദ്യം മുതൽ അഴിച്ചു പണിയാണ്. പറയേ കൂടി ആലോചിക്കുക. വാപ്പാടി ചോദിക്കുക. അതാണ് വാപ്പ അതിനേക്കാളും വലിയ കടും പോയി. വാപ്പ പറയാം മാലിക് അലൈഹിസ്സലാം, റഖീബ് അതീദ് അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കിതൊക്കെ എനിക്ക് അറിയാമെന്നറിയാം. നിങ്ങളിത് പറയൂന്നും അറിയാം. നിങ്ങൾ ആ കണക്ഷൻ വിട്ടുപോകാതിരിക്കാനാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. റഖീബ് അതീദ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ ദുനിയാവിൽ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ തിന്മകളുണ്ടോ അതെല്ലാം പരിപൂർണമായി രേഖപ്പെടുത്തി വെക്കുന്നവരാണ് റഖീബ് അതീദ് അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ നന്മകളും രേഖപ്പെടുത്തുമത്രേ, എല്ലാ തിന്മകളും നീ ചെയ്യുന്നത് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. 2 മലക്കുകൾ നമ്മുടെ അമലുകളെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇവർക്ക് സഹായികളായി വേറെയും ചില മലക്കുകൾ ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ 2 മലക്ക്. അവർക്ക് സഹായികളായി അള്ളാഹു ധാരാളം മലക്കുകളെ വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. കേട്ടോ. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്. യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ
وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح ثم يرجعون إلى الله فيقول الله تبارك وتعالى كيف تركتم عبادي فيقولون أتيناهم وهم يصلون وتركناهم وهم يصلون. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം മലക്കുകളെ സുബഹിക്ക് പറഞ്ഞു വിടുകയാണ്. അവർ സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ റഖീബ് അതീദിനോടൊപ്പം ജനങ്ങളുടെ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ അവർ കൂടുകയാണ്. അവർ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തി നിലകൊള്ളുമ്പോ അടുത്ത ഒരു വിഭാഗം മലക്കുകളെ ഇതാ അല്ലാഹു ഭൂമിയിലെ ഇറക്കുകയാണ്. അസറിന്റെ സമയത്ത് അവർ ഇറങ്ങി വരുകയാണ്. സുബഹിക്ക് വന്ന മലക്കുകളുമായി അസറിന് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബഹി മുതൽ അസർ വരെ രേഖപ്പെടുത്തിയതാകുന്ന സുബഹിക്ക് വന്ന മലക്കുകളില്ലേ, നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവർ ആകാശ ലോകത്തേക്ക് ഉയരുകയാണ്. അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് പോയാണ്. അസറിന്റെ സമയത്ത് വന്നതായ മലക്കുകൾ അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുന്നതായ റഖീബ് അതീദ് അലൈഹി വസലാമിനെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുകയാ. അവരും റെക്കോർഡ് രേഖപ്പെടുത്തുകയാ. മനുഷ്യ, നമ്മുടെ നന്മത്തിന്മകളെ അതാ മലക്കുകൾ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അസറിന് വന്ന മലക്കുകൾ സുബഹി വരെ നിലകൊള്ളുകയാണ്. സുബഹി വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തുകയാ. സുബഹിയുടെ സമയമാകുമ്പോ വീണ്ടും ഇതാ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുകയാണ്. അസറിന് വന്ന മലക്കും സുബഹിക്ക് വന്ന മലക്കും ഒരുമിച്ച് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തലേന്ന് അസറിന് വന്ന മലക്കുകൾ അവരിതാ സുബഹി കഴിഞ്ഞാൽ ഉടനെ അതുവരെ ചെയ്ത നന്മ തിന്മകളുമായി അല്ലാഹുവിലേക്ക് കയറുകയാണ്. കാര്യം മനസ്സിലായി? സുബഹിക്ക് വരുന്ന മലക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. അസറിന് അടുത്ത വിഭാഗം മലക്ക് വരും. അവരുമായി ഒരുമിച്ച് അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ സുബഹിക്ക് വന്ന മലക്ക് അതുവരെ എഴുതിയ നന്മ തിന്മകളുമായിട്ട് അവരെ റെക്കോർഡ് വിട്ട് അല്ലാഹുവിലേക്ക് പോകും. അസർ കഴിഞ്ഞ് കയറിപ്പോ. അസറിന് വന്ന ടീമുണ്ട്. അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ അവർ എഴുതാൻ തുടങ്ങുക. എഴുതിയിട്ട് അവർ സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. സുബഹിക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും. ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ നന്മ തിന്മകളുമായിട്ട് അസർ മുതൽ സുബഹി വരെ രേഖപ്പെടുത്തിയതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമായിട്ട് അവരും കയറിപ്പോയി. ഇങ്ങനെ മലക്കുകളെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് നടക്കുന്ന പ്രതിഭാസമാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സുബഹിയും അസറും ശ്രദ്ധിക്കണേ എന്ന് പറയാൻ കാരണം. ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് ശ്രദ്ധിക്കും. എന്താ കാരണം? എന്തുകൊണ്ട്? സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞിട്ടുമാണ് മലക്കുകൾ നമ്മുടെ അമലുമായിട്ട് കയറി പോകുന്നത്. കയറി പോകുമ്പോ നമ്മൾ ഇവിടെ ഉണ്ട്, പള്ളിയിലുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ നിന്റെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ട് വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് നീ ചെയ്തത് സുബഹിക്ക് പള്ളിയിലുണ്ടായിരുന്നു. പിന്നെ ജയിപ്പിച്ചു. ഇതൊരു പരീക്ഷയാണല്ലോ, ഇതൊരു പരീക്ഷ. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയി ലാസ്റ്റ് ഒരു ഗാന്ധിജിയുടെ പദം വരയ്ക്കാനുണ്ടാവും. അത് നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക, ഇന്ത്യയുടെ പടം വരയ്ക്കാനുണ്ടാവും. അപ്പൊ അതിന്റെ അടിയിൽ നേരത്തെ തന്നെ വരച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നേരത്തെ ഭിത്തിയിൽ എവിടെയെങ്കിലും വരച്ചു വെച്ചൊക്കെ നോക്കിയിട്ട് ഇവനത് വൃത്തിയായിട്ട് വരയ്ക്കും. നല്ല റാഹത്ത് ആണോ അല്ലേ? പണ്ടത്തെ അവസ്ഥയെ പറയുന്നത് കേട്ടോ. ഇന്നിപ്പോ അതൊന്നും അല്ല. എസ്സേയോ പോയമോ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വിശാലമായിട്ട് എഴുതാൻ വേണ്ടി ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. അത് നല്ല രീതിയിൽ ലാസ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ ഫുള്ള് ഇപ്പം പോയ വഴിയും പോകാനിരിക്കുന്ന വഴിയൊക്കെ ചിലരങ്ങ് എഴുതി വെക്കും. ഭയങ്കരമായിട്ട് നീട്ടി പരത്തി ഭയങ്കരമായിട്ട് സംഭവമായിട്ട് എഴുതി വെക്കും. കാണുമ്പോ അല്ലാ ടീച്ചർ തന്നെ അൽഹംദുലില്ലാ അവൻ ആള് ഉഷാറാകട്ടോ എന്നൊരു തോന്നല് വരണം. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരുന്നിട്ട്
അപ്പോൾ അവനിങ്ങനെ ഇതായിരുന്നു ബാക്കിയുള്ള മൊത്തം എഴുതി കണ്ടത്. ലാസ്റ്റ് വന്നപ്പോൾ പിന്നെ ഇവൻ പേപ്പർ വാങ്ങുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവരെ ഞെട്ടിയിരിക്കുകയാണ്. ഇവൻ്റെ റബ്ബ് ഇവൻ ഭയങ്കര പഠിത്തമാണത്. അതിനുവരെ ഒന്നും അറിയാൻ മേലെ ഫുൾ എഴുതുകയാണ് മൊത്തം. ഇപ്പം പോകുന്ന വഴി പോകാത്ത വഴി അങ്ങോട്ട് പോയതും ഇവൻ ഇന്നലെ അതിലെ പോയി കറങ്ങിപ്പോയതും ഇപ്പുറത്തൂടെ പോയതും ഒക്കെ എഴുതി മൊത്തം എഴുതി ഒരു വിശാലമായ 2 പേജ് എഴുതി വെക്കുക. ഇത് കാണുമ്പോൾ ടീച്ചറിന് തന്നെ തോന്നുന്നത് എന്താ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന്. ഞാൻ ലാസ്റ്റത്തത് വൃത്തിയായാലും ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടേ. ആണോ അല്ലേ? ആണ്. ഇതൊക്കെ എല്ലാവരും പയറ്റി തെളിഞ്ഞിരിക്കുന്നു. അള്ളാഹു നമ്മുടെ സാരിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവും എന്നതുപോലെയാണ് ഇപ്പൊ ഇവിടെ സുബഹിയും അസറും കറക്റ്റ് ചെയ്തുമ്പോൾ അതും ജമാഅത്തിന് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മലക്കൾ റെക്കോർഡുമായിട്ട് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഇവൻ എവിടെ വന്നിട്ടുണ്ടായിരുന്നു? പള്ളിയിലുണ്ട്. അപ്പോൾ ഇവൻ സുബഹി നിസ്കരിച്ചവനാണ് അല്ലെങ്കിൽ അസർ നിസ്കരിച്ചവനാണ് രേഖപ്പെടുത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സുമ്മ യർജൂന ഇലസ്സമാ, ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് മലക്കുകൾ ഇതാ സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും കയറിപ്പോവുകയാണ്. ഫയഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദീ, മലക്കുകളെ എന്റെ ദാസന്മാരെ ഏത് നിലയ്ക്കാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ ഈ മലക്കുകൾ പറയുമത്രേ, അതൈനാഹും വഹും യുസല്ലൂൻ വതറകനാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്, ഞങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് വരികയാണ്. സുബഹി നമസ്കരിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ അവനുണ്ട് റബ്ബേ, അസർ നമസ്കരിക്കുന്ന സമയത്തും അവനുണ്ടായിരുന്നു അല്ലാഹ്, ഒരൊറ്റ ജമാഅത്തും അവൻ മുടക്കിയിട്ടില്ല റബ്ബേ എന്ന് അല്ലാഹു സാലിഹീങ്ങളെ കുറിച്ച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആട്ടോ, പള്ളി ജമാഅത്തിനുണ്ടെങ്കിലാണ്. ഇത് പള്ളിയിലില്ല ആചാര്യ കഞ്ചാവ് അടിച്ച് എവിടെയോ കുത്തിയിരിക്കുകയാണ് എന്നാ അതും പറയും. ആചാര്യ MDMA അടിച്ച് അടിച്ച് സ്പീഡ് അടിച്ച് ഒരു ഭാഗത്ത് കിടക്കുകയാണ്, അത് പോയിട്ട് അവിടെ പോയി പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പൊ എന്ത് വേണമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചോണം. 2 സമയത്താണ് എല്ലാ ദിവസവും അമലിനെ ഉയർത്തുക. ഏതൊക്കെ സമയത്താണ്? സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും. ആഴ്ചയിൽ അമലിനെ ഉയർത്തും. ഇപ്പൊ ഡെയിലി ഉയർത്തുന്നത് പഠിച്ചു. സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും. അതുകൊണ്ടാണ് ഈ 2 നിസ്കാരങ്ങളും ജമാഅത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. അശ്രദ്ധ വെക്കരുത് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ഉണർത്തുന്നു, ഈ 2 ജമാഅത്ത് ഒഴിച്ച് ബാക്കിയുള്ളത് നിസ്കരിക്കണ്ട എന്ന അർത്ഥത്തിലല്ല. ളുഹറും അസറും മഗ്രിബും നിസ്കരിക്കണ്ട എന്നല്ല. ളുഹറും മഗ്രിബും ഇശായും നിസ്കരിക്കേണ്ടെന്നല്ല, മറിച്ച് അതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ഈ 2 നിസ്കാരത്തിന്റെ പിന്നിൽ അമലുകളെ ഉയർത്തുന്നത് കൊണ്ട് ഈ 2 നിസ്കാരം വളരെ ഗൗരവമായി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. 2 ആഴ്ചയിൽ അമലുകളെ ഉയർത്തും. അതെപ്പോഴാണ്? എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അമലുകളെ ഉയർത്തും. എല്ലാ ആഴ്ചയിലും അമലിനെ ഉയർത്തുന്നതായ 2 ദിവസങ്ങളുണ്ട്. തിങ്കളാഴ്ച ദിവസമുണ്ട്, വ്യാഴാഴ്ച ദിവസമുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, تعرض الأعمال يوم الاثنين ويوم الخميس فيغفر لكل مسلم. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യമാനവ അമലുകളെ അവങ്കലേക്ക് ഉയർത്തുകയാ. ഫയുഗ്ഫറു ലികുല്ലി മുസ്ലിമിൻ. ദുനിയാവിൽ അമൽ ചെയ്തിട്ടുള്ളതായ വ്യക്തികളുണ്ടോ? സുഹൃതങ്ങൾ അധികരിപ്പിച്ചതായ ആളുകളുണ്ടോ? അവർക്ക് അല്ലാഹു പുറത്തു നൽകമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആഴ്ചകളിൽ അല്ലാഹുവിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്നതായ സമയം തിങ്കളാണ്, വ്യാഴമാ. അതുകൊണ്ടല്ലേ ആ അമലുകളെ ഉയർത്തുന്ന ദിവസത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. തിങ്കളും വ്യാഴവും എന്ത് സുന്നത്തുണ്ട്? പറയിൻ. സുന്നത്ത് നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. സുന്നത്ത് നോമ്പ് പിടിക്കൽ. എന്തുകൊണ്ട്? നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്താണ്. ആ 2 ദിവസങ്ങളിലാണ് അമലിനെ ഉയർത്തുന്നത്. അപ്പൊ നമുക്ക് സ്വീകാര്യത കൂടുതലാണ്. അവൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, സുഇലാൻ യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ പുണ്യം എന്താണ് റസൂലേ? എന്തിനാണ് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ഫീഹി വലിതു, തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടതായ സുദിനമല്ലയോ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുദിനമല്ലയോ? ഫീഹി വലിതു, തിങ്കളിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് സാബ, അതുകൊണ്ടാണ് ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ പവിത്രമായത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകർക്ക് മുഴുവൻ കാരുണ്യമല്ലേ, ആ കാരുണ്യത്തിന്റെ തിരുദൂതരെ പ്രസവിക്കപ്പെട്ടതാകുന്ന പുണ്യമായ ദിനത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് കൂടുന്ന മുസ്ലിമേ, നിനക്ക് വിജയമാണ്, വിജയമാ. ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ ഉയർത്തപ്പെടുന്നതായ സുദിനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ്, ദിനമാണ്. ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പ്രതിഫലം നൽകുമേ. മാത്രമല്ല റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് കാരണമായിട്ടാണ് പിടിച്ചത് എങ്കിൽ ആദരവായ പ്രവാചകരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ്. ആ പ്രവാചകരുടെ തൃക്കരം കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാൻ അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ മാടന്നറ ജമാഅത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സർവ്വ വിശ്വാസിനികൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി പറയുന്നു, മാസത്തിലും കഴിഞ്ഞു, അതുപോലെ തന്നെ എല്ലാ ദിവസത്തിലും കഴിഞ്ഞു, ആഴ്ചയിലും കഴിഞ്ഞു, പിന്നെ ഉള്ളത് വർഷത്തിൽ അമലിനെ ഉയർത്തും. അതാണ് ഏത് മാസം? ശഅബാൻ മാസം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ് സാബ, അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സായിമുൻ. ഈ വിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസം മുഴുവനും വർഷത്തിൽ അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ സുന്നത്ത് നോമ്പുകൾ വിശുദ്ധമായ ശഅബാനിൽ അധിഷ്ഠിക്കുന്നത്. അമലുകളെ അല്ലാഹുവിലേക്ക് വർഷത്തിൽ ഉയർത്തപ്പെടുന്നതായ സമയമാണ്. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു സഹാബ. എന്റെ അമലുകൾക്ക് സ്വീകാര്യത കൂടാൻ അത് കാരണമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാരെ ലേലം വിളിക്കുക? അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശഅബാൻ മാസത്തിന്റെ മഹത്വമാണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ നോമ്പനുഷ്ഠിക്കുന്നത് കിട്ടുന്ന നേട്ടം. 2 കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. ഒന്ന്, അശ്രദ്ധ വെക്കുന്ന മാസം ജനങ്ങൾ, അതുകൊണ്ട് ഞാൻ ഈ മാസത്തെ ശ്രദ്ധിക്കുന്നു. മറ്റൊന്ന്, ഈ മാസത്തിൽ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതായ മാസമാണ്. ഈ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. ഇനി മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിക്കുക. സമകാലികമായ ചില വിഷയം കൂടി പറയാം. ഇന്ന് സമൂഹത്തിൽ നന്മകളെ കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്നവർ നല്ലതുപോലെ കുറഞ്ഞു വരുന്ന കാലഘട്ടം ആണോ അല്ലേ? ആണ്. നന്മകളെ കൽപ്പിക്കുന്നവരോട് എല്ലാവർക്കും ഒരു ദേഷ്യം, വെറുപ്പ്, അങ്ങനെയുള്ളൊരു കാലഘട്ടം. വാപ്പ മകനെ ഉപദേശിക്കാൻ, മോനടാ പള്ളി പോന്ന് പറഞ്ഞ വാപ്പായോട് ഒരു നീരസമുള്ള മക്കളുള്ള കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇരുപത്തൊരു വക പോകാൻ തുടങ്ങി, പിരിവിലേക്ക് എത്താൻ തുടങ്ങി. എന്നാൽ പിന്നെ അതിന് മുമ്പ് വണ്ടി വലിഞ്ഞ ഞാനൊന്നും കാര്യമായിട്ട് പിരിക്കത്തൊന്നുമില്ല. ചെറിയ രീതിക്ക് ചോദിക്കും, അവർ തരിക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നിപ്പം നല്ല വഅദ് ഫസ്റ്റ് ദിവസം ശരിക്ക് അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകുമാറാവട്ടെ. ആരെയും പ്രയാസപ്പെടുത്തത്തില്ല.
ഇത് കേട്ടിട്ട് പോയിക്കോ, ഇതാ കേൾക്കേണ്ടത്. ഇത് കേട്ടിട്ട് പോയിക്കോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നന്മകളെ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും വളരെ കുറഞ്ഞ കാലഘട്ടം, വളരെ കുറഞ്ഞു പോയി ഇന്നത്തെ സമൂഹത്തിൽ. അങ്ങനെ ചെയ്യുന്നവരോട് ദേഷ്യം പിടിക്കുന്ന കാലഘട്ടം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ, ഒരു യൂട്യൂബിലൂടെ ആലുവ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് ഒരു സഹോദരനും ഒരു സഹോദരിയും വന്ന് പരസ്യമായി അതിലൂടെ നടന്നു പോകുന്നതാകുന്ന ചെറിയ കുട്ടികളോട്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അല്ലാത്ത മൈനറായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള മക്കളോടുമൊക്കെ ദ്വയാർത്ഥ പ്രയോഗമുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചതിനെ പറ്റി വലിയ വിവാദമുണ്ടായ വിഷയം കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻ ദിനമെന്ന് പറയുന്ന പ്രണയ ദിനത്തിൽ നടന്ന സംഭവമാണ്. ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സദസ്സിൽ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ അത് പറയാൻ തന്നെ മടിക്കാണ്. കാരണം കുടുംബങ്ങളുമായി ഈ സദസ്സിൽ വന്നിരിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ് കൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ പറയുക, അവർ പറഞ്ഞ ചോദ്യം തന്നെ നമ്മളൊന്ന് എടുത്തു പറയൽ തന്നെ ഏറ്റവും വലിയ പാതകമാണ്, തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകൾക്കിടയിൽ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് മാനസികമായി പ്രയാസവും നീരസവും സൃഷ്ടിക്കുന്നതാകുന്ന ആളുകളെ കണ്ടപ്പോൾ അവിടെ തൊട്ടടുത്തുള്ളതാകുന്ന ഓട്ടോ തൊഴിലാളികൾ വന്നിട്ട് പരസ്യമായി നടത്തുന്ന ഈ പരിപാടി ഇത് പാടില്ല, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാർ വിളക്കി. അതിൽ പ്രായമുള്ള ആളുകളുണ്ട്, 60 വയസ്സൊക്കെ ഉള്ള ആളുകളുണ്ട്. സ്വന്തം മക്കളോട് ഉപദേശിക്കുന്ന പോലെ, കാരണം മക്കളുടെ പ്രായമുള്ളൂ, മോളെ ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അത് ചെറിയ കുട്ടികളോട്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവർ പഠിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവരോട് ചോദിക്കാം മൈക്ക് വെച്ചിട്ട്. ഇത് ലൈവായിട്ട് ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി യൂട്യൂബിലൂടെ മോണിറ്റൈസേഷൻ ചെയ്തിട്ട് അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളിതൊരു വിഴുപ്പലക്കലാണ്, ഇത് കൊള്ളത്തില്ല, ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ വിലക്ക് ഏർപ്പെടുത്തി. ചെയ്യരുത്, നിങ്ങളിത് ചെയ്യരുത്. അപ്പൊ അവര് വല്ലാതെ കയർത്തു, അവര് ദേഷ്യം പിടിച്ചു. അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചിലര് കണ്ടിട്ടുണ്ടാവും, വലിയ വിവാദമാക്കി തീർത്തു. അവർ മീഡിയക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മീഡിയയുടെ സ്വാതന്ത്ര്യം, ഇവിടെ സദാചാര ഗുണ്ടകൾ വന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു നന്മ ഉപദേശിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ തിന്മ വിരോധിക്കുന്നതായ ആളുകളെ സദാചാര ഗുണ്ടകളായി മാറ്റുന്ന കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരു നന്മയും ഒരു തിന്മയും ഇവിടെ നടക്കൂലല്ലോ. ഒരു തിന്മയും ഈ ലോകത്ത് തടയപ്പെടുകയില്ല, ഒരു നന്മയും ഈ ലോകത്ത് വിഭാവനം ചെയ്യപ്പെടൂല, കൽപ്പിക്കപ്പെടൂല. അങ്ങനെ തന്നെ ലോകം പോകും. മീഡിയകളെല്ലാവരും അവർക്ക് അനുകൂലമായി ആദ്യം റിപ്പോർട്ട് ചെയ്തു. മീഡിയ സ്വാതന്ത്ര്യത്തിനെതിരെ സദാചാര ഗുണ്ടകൾ ഇതാ കടന്നു വന്നു, ഓട്ടോ തൊഴിലാളികൾ ഗുണ്ടകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇതിനെ അടിയിൽ മുഴുവനും നല്ല പച്ചയായിട്ട് ആളുകൾ കമന്റ് ചെയ്തു. അവിടെ ഓട്ടോ തൊഴിലാളികൾ കാണിച്ചതാണ് അംഗീകരിക്കപ്പെടേണ്ടത്, അവർ ചെയ്തത് നന്മയാർന്ന പ്രവർത്തനമാണ്. കേരളത്തിലെ എല്ലാ ഓട്ടോ തൊഴിലാളികളും അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം റോഡരികിൽ കിടക്കുന്നതാകുന്ന, ആക്സിഡന്റ് പറ്റി കിടക്കുന്നതാകുന്ന ആളുകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവർ മടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ചോര വാർന്നു കിടക്കുന്നതാകുന്ന കുട്ടിയെ താങ്ങിയെടുത്ത്, അതെത്ര പടുവൃദ്ധനായിരുന്നാലും ശരീരത്തിലേക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലേക്ക് രക്തം പുരളുമെന്ന് കണ്ടാലും ഒരു മടിയുമില്ലാതെ ചേർത്ത് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്ന ആളുകളാണ് ഓട്ടോ തൊഴിലാളികൾ. പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ വിഷയമായിരുന്നാലും പ്രളയത്തിന്റെ വിഷയങ്ങളായിരുന്നാലും ആ സമയത്തൊക്കെ സഹായത്തിന്റെ നിലകൊണ്ടിട്ടുള്ളതാകുന്ന ഒരു വലിയ വിഭാഗമാണവർ എല്ലാ നിലയ്ക്കും. അങ്ങനത്തതാകുന്ന ആളുകൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്, ഒരു മോശമാകുന്ന കാര്യവും ഇവിടെ ചെയ്യരുത് എന്ന് പറയാൻ. നിങ്ങൾ ബാക്കി എന്തും ചോദിച്ചോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള അതും ചോദ്യം കേട്ടാൽ ആദ്യം തന്നെ അതിന്റെ ചിന്തയിലേക്ക്, ഏതൊരു വ്യക്തിയുടെയും ചിന്തയിലേക്ക് അശ്ലീലത വരുന്നതാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാണ് വിലക്കിയത് എന്ന് പറഞ്ഞ് അതിനിടയിൽ കമന്റ് ചെയ്തപ്പോൾ മീഡിയക്കാർക്ക് മനസ്സിലായി ജനങ്ങളുടെ പക്ഷം ഓട്ടോക്കാരുടെ ഒപ്പമാണ്. അപ്പൊ പിന്നെ എല്ലാവരും നന്നാകാൻ തുടങ്ങി, പിന്നെ നന്നാക്കി എഴുതാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നേരത്തെ സൂചിപ്പിച്ചതാകുന്ന യൂട്യൂബ് ചാനലും അതിൻ്റെതാകുന്ന അവതാരികയും അവർ അന്ന് മുതൽ തന്നെ 15ാമത്തെ ദിവസവും വന്നു, 16 വന്നു, കഴിഞ്ഞ ഫെബ്രുവരി അന്ന് മുതൽക്ക് തന്നെ എല്ലാ ദിവസവും അതേ സ്ഥലത്ത് തന്നെ ഒരു വാശിയോടുകൂടിയും വീറോടുകൂടിയും വീണ്ടും വരികയാണ്, ഞങ്ങൾ ഇവിടെ തന്നെ വരും എന്ന് പറഞ്ഞ അതേ സ്പോട്ടിൽ അതേ പോകുന്നതാകുന്ന കോളേജ് പിള്ളേരോട് വീണ്ടും ചോദിക്കുകയും ആളുകളെ തടഞ്ഞു നിർത്തി ചോദിക്കുകയും അവസ്ഥ വന്നു. അവസാനം ഇന്നലത്തേതാകുന്ന ദിവസം വാർത്ത നിങ്ങൾക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു വാർത്താ മീഡിയയിൽ. ഒരു കുട്ടിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുകയും
അതിനുശേഷം ഓട്ടോക്കാരുടേതാകുന്ന സ്റ്റാൻഡ് നിങ്ങൾ എന്തിനാ ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്നത് എന്ന് ചോദി അവർ തന്നെ വന്നുകൊണ്ട് വഴക്കുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ തൊഴിലാളികളുമായി വാക്കുതർക്കമായി അവസാനം ആ പാവപ്പെട്ട ഓട്ടോ തൊഴിലാളികളെ മർദ്ദിച്ചു, അവശരാക്കി. അവർ തൊട്ടടുത്തുള്ളതാകുന്ന ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചത് ഇന്നലെ നമ്മൾ മീഡിയയിലൂടെ കണ്ടതാണ്. ആ മർദ്ദിച്ചവനാണെങ്കിലോ കള്ളു കുടിച്ചിട്ടുണ്ട്, MDMA അടിച്ചിട്ടുണ്ടോ ഏതാണെന്നറിയില്ല, കള്ളു കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടതാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന യുവാക്കളും യുവതികളും അശ്ലീല ചുവയുള്ളതാകുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ നല്ലവരാകുന്നതായ ആളുകളെ മോശമാകുന്ന മലീമസമാകുന്ന ചിന്താധാരയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഈ പ്രവണത അതിശക്തിയുക്തം എതിർക്കപ്പെടേണ്ടതുണ്ട്. അതിനെ എതിർക്കുന്നവരെ എതിർക്കുന്നതായ അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുന്നു. അത് പാടില്ല. നമ്മൾ ആ ഓട്ടോ തൊഴിലാളികളെ ചേർത്ത് നിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ സൂക്ഷിക്കണേ, ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കുന്ന പാഠമാണ്, പ്രവാചകന്റെ അധ്യാപനമാണ്. എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ചടയമംഗലത്തുള്ളതാകുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, പഠിച്ചു വെക്കുന്ന അധ്യാപനമാണ്. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. നിങ്ങളെ സൂക്ഷിക്കണേ, വഴിയരികൾ ഇരിക്കുന്നതിനെ സൂക്ഷിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ സ്വഹാബത്തിൽ ചിലർ പറയുകയാണ്, യാ റസൂലല്ലാഹ് മാലനാ ബുദ്ദുൻ, ഞങ്ങൾക്ക് നിർബന്ധമായും ഇവിടെ ഇരുന്നേ പറ്റുകയുള്ളൂ. കാരണം ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയാണ്. വഴിയരിരുന്നു കൊണ്ട് കച്ചവടം ചെയ്യുന്നവൻ വീട്ടിൽ പോയിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. ഞങ്ങൾ ഈ റോഡിൽ തന്നെയാണ്, മാർക്കറ്റിൽ തന്നെയാണ് നിലകൊള്ളേണ്ടത്. ഞങ്ങളുടെ ജീവിത കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഞങ്ങൾ ഈ വഴിയിൽ തന്നെ നിലകൊള്ളണം റസൂലേ. ഞങ്ങളുടെ പണി ഇതാണ്, ഞങ്ങൾ റോഡിലാണ് കച്ചവടം, ബിസിനസ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് റോഡിൽ ആവശ്യമില്ലാതെ ഇവിടെ ഇരിക്കാതിരിക്കാൻ പറ്റൂല, ഇവിടെ തന്നെ ഇരുന്നേ കാര്യങ്ങൾ നടക്കൂ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡിലിറങ്ങുന്നതായ ആളുകളെ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. മോശപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും വർഗീയമാകുന്ന പരാമർശങ്ങൾ നടത്തുന്നതാകുന്ന തലത്തിലേക്ക് സമൂഹത്തെ എത്തിക്കാനും ചെയ്യുന്ന യൂട്യൂബർമാരുള്ള കാലഘട്ടമാണ്. പഠിച്ചു വെക്കണേ. അനാവശ്യമാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. നമുക്ക് മാതൃക പരിശുദ്ധമായ പ്രവാചകൻ അധ്യാപനങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ സർവ്വതും നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ റോഡിൽ തന്നെ ഇരിക്കൽ നിർബന്ധമാണ് എങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റമദാൻ വരും. അപ്പൊ ഉണ്ട് ചില ആളുകൾ, മക്കളൊക്കെ റോഡിൽ ഒരു പോസ്റ്റ് മറിച്ചിട്ട് അതിന് 4 കാലും കൊടുത്തിട്ട് അവിടെ കുത്തിയിരിക്കുക. ഇശായിക്കും ഇല്ല, തറാവീനും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ നിന്ന് തറാവിക്ക് ഇരിക്കാനാന്നും പറഞ്ഞാണ് ഇവൻ ഇറങ്ങിയത്. പള്ളിയിൽ നിന്ന് തറാവി കഴിഞ്ഞ് വാപ്പായും ആങ്ങളമാരും ഒക്കെ പോകുമ്പോൾ അതിന് തൊട്ട് പുറകെ പതുക്കെ പോവാൻ. ഇല്ലെങ്കിൽ വിത്തറ് കഴിയുമ്പോൾ പള്ളിയിലേക്ക് ചെല്ലും. എന്തെങ്കിലും പൊതി ഉണ്ടെങ്കിൽ ആ പൊതി 27 പൊതിഞ്ഞ് പോക്കറ്റ് വെച്ചുകൊണ്ട് വാഹത്തായിട്ട് തിരിച്ചു വരും. അതിനൊക്കെ മുമ്പന്തിയിലുണ്ട്. ബാക്കിയൊക്കെ ഇവനെവിടെയാ റോഡിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം ചെറുപ്പക്കാരായ ആളുകൾ കാത് കൊടുത്തുകൊണ്ട് കേൾക്കേണ്ട വാക്കാണ്. ഇയ്യാകും വൽ ജുലൂസ അല തുറഖാത്ത്. വഴിയരികൾ ആവശ്യമില്ലാത്ത ഇരുത്തം പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ദേഷ്യമുള്ളതായ സ്ഥലമാണ് അനാവശ്യമായ ചന്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നബിയനാ റസൂലുള്ളാഹി ഒരു കാര്യവുമില്ലാതെ ചന്തയിൽ കറങ്ങി നടക്കൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയുടെ അകത്തളമാണെന്ന് ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. ഞങ്ങൾക്ക് റോഡിൽ ഇരുന്നെങ്കിലേ കാര്യം നടക്കുന്നു എന്ന് പറയുന്ന കച്ചവടക്കാരെ, അവരോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ, 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്,
വഖഫുല്ലദാ വറദ്ദുസ്സലാം വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. 5 കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ പ്രവാചകൻ ഈ സമൂഹത്തെ ഉത്ബോധനം നടത്തുകയാണ്. 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഈ സമൂഹത്തിലേക്ക് നേർക്ക് നേരെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒന്നാമതായി ഹുദ്ദുൽ ബസരി, ചെറുപ്പക്കാരാ സഹോദര, നിന്റെ കണ്ണ് നീ അടയ്ക്കണേ. ഹറാമ് കാണുമ്പോൾ കണ്ണ് അടയ്ക്കണേ. റോഡിൽ നീ ഇരിക്കുന്നത് അന്യമാകുന്ന പെണ്ണ് റോഡിലൂടെ നടന്നു പോകുമ്പോ അവളെ ശൂലമടിക്കാനും ഫിസലടിക്കാനും അവരുടെ പിറകെ 350 ബുള്ളറ്റിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് കറങ്ങാനുമാണെങ്കിൽ നീ അവിടെ ഇരിക്കാൻ പാടില്ല. അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക്, അംഗലാവണ്യത്തിലേക്ക് നിന്നെ കണ്ണു കൊണ്ടുപോകാൻ പാടില്ല. ഒരിക്കലും നീ ഹറാമായ നോട്ടമരുതേ. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണ് അടച്ചു പിടിക്കണേ. രണ്ടാമതായി പ്രവാചകൻ പറയുകയാണ്, എല്ലാ മ്ലേച്ഛതകളും നീക്കണേ. റോഡിലുള്ള മാലിന്യങ്ങൾ കണ്ടാൽ നീ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഒരു നായ ചത്ത് കിടക്കുന്നത് കണ്ടാൽ അതിനെ കുഴിച്ചിടൽ മുസ്ലിമേ നിനക്ക് നിർബന്ധമാണ്. റോഡിലൂടെ നീ വാഹനം ഓടിച്ചു പോകുമ്പോ ഒരു ഓല വീണ് കിടക്കുന്നത് കണ്ടാൽ പോലും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, റോഡിന് തടസ്സമാണെന്ന് മനസ്സിലാക്കി വാഹനം സൈഡ് ചെയ്ത് ഒതുക്കി അത് എടുത്ത് മാറ്റിയിടൽ നിനക്ക് നിർബന്ധമാണ്. റോഡിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കൽ അത് വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. റോഡിൽ ഒരു നായ ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ അതിന്റെ മുകളിലൂടെ ടയർ കയറ്റിക്കൊണ്ട് അതിനെ ചതച്ചരച്ച് അതിനെ മലീമസപ്പെടുത്തി റോഡിലേക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കൗതുകപരമാകുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിമത്തെ നിന്നിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറിച്ചതിന് കുഴിച്ചിടൽ നിർബന്ധമാണ്. നീ അതിന് സമയം കണ്ടെത്തിയാൽ പുണ്യമാണ്. കുഷ്ഠരോഗം ബാധിച്ചതാകുന്ന ഒരു നായെ 40 ദിവസം ഒരു ടെന്റുണ്ടാക്കി അതിനെ ശുശ്രൂഷിച്ച് അതിന് പരിപൂർണമായി രോഗശമനം വരുത്തി അതിനെ പറഞ്ഞു വിട്ടതാകുന്ന ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സൂഫിസത്തിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകയായി പരിശുദ്ധരാകുന്ന മഹത്തുക്കൾ അയിമ്മത്തുകൾ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അവരാണ് നമ്മുടെ മാതൃക. പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, വറദ്ദുസ്സലാം. നീ റോഡരികിലിരിക്കുമ്പോ ആളുകൾ നിന്റെ അടുത്തൂടി നടന്നു പോകുമ്പോ നടക്കുന്നവൻ ഇരിക്കുന്നവനോടല്ലേ സലാം പറയേണ്ടത്? ആ നടക്കുന്ന വ്യക്തി നിന്നോട് സലാം പറയുകയാണ്. വാഹനത്തിൽ പോകുന്നവൻ നിന്നോട് സലാം പറയുകയാണ്. അവന്റെ സലാം കേട്ടിട്ട് മിണ്ടാതിരിക്കല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം അടക്കൽ നിർബന്ധമാണ്. സലാം പറയൽ സുന്നത്താണ്. അത് കേൾക്കുന്നവൻ മടക്കൽ നിർബന്ധമാണ്. ഇത് പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ നിയമമാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, സലാം മടക്കണേ. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, മൂന്നാമതും കഴിഞ്ഞ് നാലാമതായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വൽ അംറു ബിൽ മഅറൂഫ്. റോഡരികിലിരിക്കുമ്പോ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കണേ. വന്നഹ്യു അനിൽ മുൻകരി, തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ. ആലുവ മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഓട്ടോ തൊഴിലാളികൾ കൺമുന്നിൽ കണ്ടതാകുന്ന മോശപ്പെട്ടതാകുന്ന പ്രവണത കണ്ടപ്പോ ദ്വയാർത്ഥ പ്രയോഗമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പാവപ്പെട്ടവരുടെ ഹൃദയാന്തരങ്ങളിൽ മലീമസം നിറയ്ക്കുന്നത് കണ്ടപ്പോ ചെറിയ മക്കളുടെ ഹൃദയത്തിൽ പോലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിറയ്ക്കാൻ പാടില്ല. അത് ചെയ്യരുതേ മോളെ എന്ന് വിലക്കിയതാകുന്ന പ്രായം ചെന്നതാകുന്ന ഉപ്പമാർക്ക്, പ്രായം ചെന്നതാകുന്ന ആ ചെറുപ്പക്കാർക്ക്, സഹോദരങ്ങൾക്ക് വലിയ പ്രയാസം നേരിടുകയാണ്. എത്രയെത്ര ആളുകളാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരാളും കുറ്റപ്പെടുത്തി സംസാരിക്കരുതേ. പരിശുദ്ധമായ ഇസ്ലാം അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവിടെ ചോദിച്ചത് യൂട്യൂബർമാര് ശബരിമലയുടെ വിഷയത്തിൽ മോശമാകുന്ന ചോദ്യമായിരിക്കാം. മുസ്ലിമാകുന്ന സഹോദരന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മോശമാകുന്ന ചോദ്യമായിരിക്കാം. മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം. ഏതുമാകട്ടെ
ഏത് മതത്തിൻ്റെതാകുന്ന കാര്യങ്ങളായിരുന്നാലും ഒരു മതത്തെ പോലും വ്രണപ്പെടുത്താനോ ഒരു മതത്തിന്റെ ആശയത്തെയോ ആദർശത്തെയോ കളങ്കപ്പെടുത്താനോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നില്ല, പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡരികിൽ ഇരിക്കുന്നതായ ആളുകളെ, ഓട്ടോ തൊഴിലാളികൾ റോഡിൽ നിലകൊള്ളുന്നവരാണ്, അവർ റോഡിൽ ഇരിക്കുന്നവരാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നതായ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദര സമുദായത്തിലുള്ള ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചെയ്യണേ അല്ലാഹ്. അങ്ങനെ റോഡിലിരിക്കുന്നതായ ആളുകൾ അവർ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് അവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുസ്ലിം സമുദായത്തിലെയും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ചെയ്തിട്ടുള്ളത്. അത് പരിശുദ്ധ പ്രവാചകന്റെ ചര്യയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. റോഡിലിരിക്കുന്നവരെ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞതിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി അടിവരയിട്ട് പറയുന്നത് വന്നഹിയു അനിൽ മുൻകരി, തിന്മ വിരോധിക്കുകയും ചെയ്യണേ.